എങ്കിൽ ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഏത് രീതിയിലുള്ള ദുരനുഭവങ്ങളായിരിക്കും നേരിടേണ്ടി വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ബൈജു, ഈ കോളേജിനെതിരെ ഇതിനു മുൻപും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അധ്യാപകരും അതോടൊപ്പം കോളേജ് മാനേജ്മെൻറ്റും വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതി സംബന്ധിച്ച് ഇങ്ങനെ ഈ പ്രതിഷേധത്തെ ഗുണ്ടകളെ വെച്ച് അടിച്ചമർത്താൻ അവർ നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനു മുൻപ് വിദ്യാർത്ഥികൾക്ക് നേരെ സമാനമായ രീതിയിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകില്ലേ? അതേക്കുറിച്ച് ഏതെങ്കിലും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടോ? മാത്രമല്ല, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് എന്ന് കൂടി അറിയണം. കാരണം നേരത്തെ കുടുംബം പറയുന്നത് പോലെ ഈ ഓൺലൈൻ ആപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്. ഈ ഡോക്ടർ റാം, ഡോക്ടർ സംഗീത, ഈ പ്രതികൾ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് സംബന്ധിച്ച് സൂചനയുണ്ട്. അവർ സംസ്ഥാനം വിട്ടതായിട്ടുള്ള വിവരമുണ്ട്. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് കോടതി പരിഗണിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ കണ്ടെത്താനുള്ള നീക്കം എങ്ങനെയാണ്? ടോമെ, ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾ പലതവണ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു ചർച്ച വേണമെന്ന്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഈ കോളേജിലുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ചർച്ച വേണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ ഈ സമയം വരെ മാനേജ്മെന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് തയ്യാറായിട്ടില്ല എന്നാണ് പ്രധാനം. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു മാർച്ച് തടയാൻ ബൗൺസർമാരെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയും കണ്ടത്. അതായത് ഈ പ്രശ്നം ഈ കൃത്യമായ ഇതിലൊരു ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല. എന്താണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം? അതിൽ പോലീസിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ മാനേജ്മെന്റ് കൃത്യമായി പറയുകയാണ് ഇത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, മറ്റൊരു പ്രശ്നമില്ല എന്ന്. അതൊരു വശത്തിൽ നിൽക്കുന്നു. അതിനിടയിൽ പുതിയ ആരോപണങ്ങൾ വരുന്നു. അതോടൊപ്പം ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ റാം അതുപോലെ തന്നെ സംഗീത, ഈ രണ്ടു പേരും പോലീസിന് കൃത്യമായ സൂചനയുണ്ട് എവിടെയാണുള്ളതെന്നൊക്കെ. റാം ആന്ധ്രയിലാണുള്ളത്. ഇയാൾ ആന്ധ്ര സ്വദേശിയാണ്. ആന്ധ്രയിൽ കൃത്യമായ ഉള്ള സ്ഥലം പോലീസിന് അറിയാം, പക്ഷേ അറസ്റ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം സംഗീത കേരളം വിട്ടതായാണ് പോലീസിന് സൂചന ലഭിച്ചിട്ടുള്ളത്. കൃത്യമായ സ്ഥലം പോലീസിന് അറിയാം, അതും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. പോലീസ് കാത്തു നിൽക്കുന്നത് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ ഇവർക്ക് ലഭിക്കുമോ എന്നറിയില്ല. ഏതായാലും കുടുംബം അത് തന്നെയാണ് പറയുന്നത്. അവരെത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. അവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അതോടൊപ്പം ആ മുറിയിൽ നടന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പാളിനെ ഉൾപ്പെടെ കൃത്യമായി ചോദ്യം ചെയ്താൽ നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം കിട്ടുമെന്ന് കുടുംബം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഈ കണ്ണൂരിലേക്ക് എത്തി, തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് എത്തി അവർക്ക് പറയേണ്ട സാഹചര്യമുണ്ടായി. കോളേജിൽ പോയി നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടും കണ്ണു തുറക്കാത്ത ഒരു മാനേജ്മെന്റ്. ഏതായാലും മാനേജ്മെന്റ് പല അധ്യാപകർക്കെതിരെ നിരവധി പരാതികളാണ് പല വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. അത് ജാതി അധിക്ഷേപമുണ്ട്, നിറത്തിന്റെ പേരിലുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള പീഡനം, മാനസിക സമ്മർദ്ദം കുട്ടികൾക്കൊക്കെ ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ചർച്ച വേണമെന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ 7ഓളം അധ്യാപകർ രാജിക്കത്ത് നൽകിയ സാഹചര്യമൊക്കെ ഉണ്ട്. അത് ഇതുവരെ മാനേജ്മെന്റ് ഒരു തീരുമാനമെടുത്തിട്ടില്ല. അവർ രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അതൊക്കെ ഒരു സമ്മർദ്ദ നിറമായിരിക്കാമെന്നാണ് വിദ്യാർത്ഥി ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ഇതിൽ പ്രതിഷേധം ശക്തമായി തന്നെ തുടരും. ഈ മാസം 28-ാം തീയതി സംസ്ഥാന ഹർത്താൽ, അതായത് ആക്ഷൻ കൗൺസിൽ അത്തരത്തിലൊരു സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28-ാം തീയതി ആയിരിക്കും ഇങ്ങനൊരു ഹർത്താൽ. അതായത് നിതിൻ രാജിന് നീതി വേണം, ഈ കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, റാം അതുപോലെ തന്നെ സംഗീത ഇവരെ അറസ്റ്റ് ചെയ്യണം, പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. ഏതായാലും പൊതുസമൂഹം ഈ ഒരു ഹർത്താലിൽ സഹകരിക്കുമെന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ പറയുന്നത്. അത്രത്തോളം പൊതുസമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത് നിതിൻ രാജിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴും ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു നടത്തിപ്പുകാരെയും അത്തരം ആളുകളെയും ചുറ്റിപ്പറ്റി മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. അവരെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നാളത്തെ ദിവസം നിർണായകമായിരിക്കും റാമിനും അതുപോലെ തന്നെ സംഗീതയ്ക്കും. വ്യക്തമാണ്. KV ബൈജു ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിതിൻ രാജിന് നീതി കിട്ടണം, അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കുടുംബം. അച്ഛൻ്റെ വേദന മനസ്സാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാനാവില്ല. അത്ര അധികം മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, സങ്കട കുടുംബം അനുഭവിക്കുന്നുണ്ട്. നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് അവർ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട്. കോളേജിലെത്തി ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് ആ പിതാവ് കോളേജിന് മുന്നിൽ, എൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ട കോളേജിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.